സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 42ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മുടെ സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ വീണ്ടും ഇടുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓപ്ഷൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഓപ്ഷൻ ബയ്യർ കൺഫ്യൂസ് ആവുന്നതും ഓപ്ഷൻ സെല്ലർക്ക് ബെനിഫിറ്റ് ആണെങ്കിലും ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നതെന്ന് ഓപ്ഷൻ സെല്ലർക്കും വലിയ പിടുത്തമില്ല. അപ്പം അത്തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് എല്ലാം പരമാവധി നമുക്ക് മാറ്റാം. എത്രത്തോളം സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാമോ അത്രത്തോളം പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സ്ലൈഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കുറേ ദിവസമായി പറഞ്ഞിട്ട്, അതുകൊണ്ടൊന്ന് പറയാം. നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റാക്കി ദാണ്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഇതിനെപ്പറ്റി ഷെയർ മാർക്കറ്റിനെ പറ്റി വലിയ പരിചിതമല്ലാത്ത ആൾക്കാർ ആദ്യമേ വന്ന് ഡെറിവേറ്റീവ്സ് പോലത്തെ ഭീകര സംഭവത്തിൽ കയറി കാശ് കളയാതെ ആദ്യം എന്താണോ ഷെയർ മാർക്കറ്റ് എന്നുള്ള അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു LKG UKG 1 2 3 4 5 അങ്ങനെ പഠിച്ച് വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇത് നമ്മുടെ ലോങ് ടേമിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി 1-2 മാസത്തേക്ക് കേണ്ടുന്നവരാണെങ്കിൽ ഓക്കെ, അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ എപ്പിസോഡെല്ലാം കൂടെ ക്ലബ് ചെയ്ത് അതൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റാക്കി അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അത് കാണുക. പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹവും ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നതും എപ്പോഴും ആദ്യം മുതലേ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ പഠിച്ചു വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആമുഖമൊന്നും തരേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഗ്രീക്സിൽ നമ്മൾ ആദ്യം പഠിച്ച ഡെൽറ്റ, ഗാമ, വീഗ ഈ 3 കാര്യവും പഠിച്ചതോടെ ആ 3 കാര്യത്തിലും കണക്റ്റ് ആക്കിക്കൊണ്ട് ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണോ കൂടുന്നത് കുറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ തന്നെ ഓപ്ഷൻ പ്രീമിയത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന വേറൊരു സാധനമാണ് ഇന്ത്യ വിക്സ്. നമ്മുടെ നിഫ്റ്റിയുടെയൊക്കെ ഓപ്ഷൻ പ്രൈസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കാണുക. അത് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഒരു ഓപ്ഷൻ സെല്ലറാണെങ്കിൽ ഓപ്ഷൻ തീറ്റ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. സംഭവം ശരിയാണ്, ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ തീറ്റ മാത്രമല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള 3 എപ്പിസോഡ് ഒരു 3 എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കണ്ടിട്ട് മാത്രം ഈ ഓപ്ഷൻ തീറ്റ എന്ന് പറയുന്ന എപ്പിസോഡും കാണുക. അപ്പോൾ ഇതിലൂടെ എന്താണ് ഓപ്ഷൻ സെല്ലർക്കുള്ള ഉപയോഗം, ഓപ്ഷൻ ബയ്യർക്ക് ഇരിക്കുന്ന പണി എന്താണ് ഇതിനകത്ത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനലിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. നമ്മുടെ ചാനൽ ബാക്കിയുള്ളവർ വഴി നമ്മൾ വഴി ബാക്കിയുള്ളവർക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയാനും അതിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കാശുണ്ടാക്കാനും പറ്റുന്നെങ്കിൽ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ സമയം എന്ന് പറയുന്ന ഒരു ഘടകമാണ് അല്ലേ? സ്വാഭാവികമായിട്ടുമാണ്. അതായത് നമുക്ക് എത്ര വലിയ ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിലും, നമ്മുടെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന എത്ര വലിയ കമ്പനിക്കാർ നമുക്കുണ്ടെങ്കിലും, നമ്മുടെ മൊഡ്യൂൾ ഭയങ്കര ടഫാണെങ്കിലും ഈസിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഒട്ടും സമയമില്ലാതെ തൊട്ട് പിറ്റേ ദിവസമൊക്കെ പരീക്ഷ കൊണ്ടുവച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അറിഞ്ഞൂടാത്തൊരു ടോപ്പിക്കിനെ പറ്റിയാണെങ്കിൽ അപ്പോൾ അത് നമ്മുടെ റിസൾട്ടിനെ സ്വാഭാവികമായിട്ടും ബാധിക്കാം അല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പം നമുക്കൊരു 10-30 ദിവസം സമയമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളുടെ സഹായം എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സാമിൽ പാസ്സാവാം, നല്ല മാർക്ക് വാങ്ങിക്കാം. ഇപ്പം നമുക്കൊരു 15 ദിവസം സമയമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും പ്രശ്നമില്ല. നമുക്കൊരു 10 ദിവസം സമയമുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് പേടിക്കും. പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി നേരെ മറിച്ച് ഒരു 5 ദിവസം ഉള്ളെങ്കിൽ നമ്മൾ പേടിക്കണ്ട. ഇത് എങ്ങനെയാണ് നമ്മളിത് 5 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചേർക്ക്? ഇത് ഭയങ്കരമായിട്ട് റിസൾട്ടിനെ ബാധിക്കുമല്ലോ. ഇനി നേരെ മറിച്ച് തൊട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് പരീക്ഷ. അങ്ങനെയാണെങ്കിൽ എന്തായി? നമ്മൾ വിജയിക്കാനുള്ള സാധ്യത, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത എല്ലാം വളരെ കുറവാണ്. ഓക്കെ, ഈ കാര്യം ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമിൻ്റെ റിസൾട്ടില്ലേ, ഈ റിസൾട്ടിനെ ഓപ്ഷൻ പ്രീമിയമായിട്ട് കൂട്ടിക്കും. ഓക്കെ,
ഈ റിസൾട്ടിനെ ഓപ്ഷൻ പ്രീമിയം ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്ലൈഡിൽ പോയി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇതിന് പ്രത്യേകിച്ച് ആമുഖമൊന്നും തരേണ്ട കാര്യമില്ലല്ലോ. ഒരു ഓപ്ഷൻ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ പ്രീമിയം വേരിയേഷൻ നടക്കുന്നത് അറിയേണ്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനെ ബാധിക്കും. അതിനാണ് നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡെൽറ്റ, ഗാമ, വീഗ എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മെഷേഴ്സ് ദ ഇമ്പാക്ട് ഓൺ പ്രീമിയം ബേസ്ഡ് ഓൺ ദ ടൈം ലെഫ്റ്റ് ഫോർ എക്സ്പയറി. അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് എക്സ്പയറിയുടെ എത്രത്തോളം സമയമുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിനെ എങ്ങനെ ബാധിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ തീറ്റയെ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തുള്ള ഷെയർ മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു നീളത്തിലുള്ള സാധനമല്ലേ, ഈ മഞ്ഞയിലൊക്കെ കാണുന്ന, ഇതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവങ്ങൾ മാത്രം നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പരീക്ഷയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഷെയർ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. സപ്പോസ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ഇപ്പോൾ ഒരു 18,000 നിൽക്കുന്നതെന്ന് നിങ്ങൾ വെച്ചു. അതായത് ഒരു 18,000 ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത്. നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാണ്. 18,500 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്യാണ്. നമുക്ക് ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഉള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ സംസാരിക്കാം. അതിനകത്ത് ഇതിപ്പോൾ നമ്മൾ ആദ്യം ബൈ ചെയ്യുന്നു എന്ന് കൂട്ടുക. 18,500 സാധനം നമ്മൾ ബൈ ചെയ്യുന്നു എന്ന് കൂട്ടുക. നമ്മൾ എൻട്രി എടുക്കുന്നത് മാർച്ച് 1-ാം തീയതിയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എക്സ്പയറി ഡേറ്റ് മാർച്ച് 31. ഞാൻ നോക്കി 31-ാം തീയതിയാണ് ലാസ്റ്റ് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1-ാം തീയതി എടുക്കുന്നു, മാർച്ച് 31-ാം തീയതിയാണ് എക്സ്പയറി. 30 ദിവസമാണ് നമുക്കുള്ളത്. അങ്ങനാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഓപ്ഷൻ പ്രീമിയത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു എൻട്രിയിൽ നമ്മൾ കയറുമ്പോൾ 30 ദിവസം ഉള്ളപ്പോഴാണെങ്കിൽ ആ പ്രീമിയം അത്യാവശ്യം മാന്യമായിട്ടുള്ള പ്രീമിയം കാണും. ഓക്കെ, നേരെ മറിച്ച് ഇതേ പോയിന്റിൽ നിഫ്റ്റി 18,000 തന്നെ നിൽക്കുന്നു. നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസ് 18,500 കോൾ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ടൈം 15 ദിവസം മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ പ്രീമിയം 150 രൂപ കാണത്തുള്ളൂ. അതായത് ഇതൊരു സപ്പോസ് ഫിയർ ആണ് പറയുന്നത്. ആ പ്രീമിയം കുറഞ്ഞു വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നേരെ മറിച്ച് 10 ദിവസം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഒരു എൻട്രി എടുക്കാൻ പോകുന്നത്. 18,000 നിഫ്റ്റിക്ക് ഒരു 10 ദിവസം ഉള്ളപ്പോൾ നിൽക്കുന്നത്. 18,500 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അങ്ങനാണെങ്കിൽ ചിലപ്പോൾ 110 പ്രീമിയം. ഇനി 5 ദിവസം ഉള്ളെങ്കിൽ 70 പ്രീമിയം. നിഫ്റ്റി തൊട്ട് പിറ്റേ ദിവസമാണെങ്കിൽ 25 പ്രീമിയം, ലാസ്റ്റ് ഒരു ഡേയിലാണെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? എത്രത്തോളം സമയം മുമ്പോട്ടുണ്ടോ അത്രത്തോളം പ്രീമിയം കൂടുതലായിരിക്കും. സമയം എക്സ്പയറിയോട് എത്രത്തോളം അടുക്കുന്നു ഓപ്ഷൻ പ്രീമിയം അത്രത്തോളം കുറവായിരിക്കും. ഇതാണ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞ ആ റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായി? എക്സാമിൻ്റെ നമുക്ക് എത്രത്തോളം സമയമുണ്ടോ അത്രത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് അത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റും, അത്രത്തോളം ഹൈ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയായിരുന്നു. അതുപോലെ ഓപ്ഷൻ പ്രീമിയത്തിൽ നമുക്ക് സമയം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ഓപ്ഷൻ പ്രീമിയം കൂടുതലായിരിക്കും. സമയം എക്സ്പയറിയോട് അടുക്കും തോറും ഓപ്ഷൻ പ്രീമിയം കുറവായിരിക്കും. ഇതിനാണ് തീറ്റ അഥവാ ടൈം ഡീക്കേ എന്ന് പറയുന്നത്. സമയം നശിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓപ്ഷൻ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് തീറ്റയുടെ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്ക്. എക്സ്പയറിയോട് അടുക്കും തോറും തീറ്റ ഫാക്ടർ വർക്കായിക്കൊണ്ടിരിക്കും. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടൈം ഡീക്കേ. സമയം നശിക്കും തോറും ഓപ്ഷൻ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കോൾ ഓപ്ഷനിലായാലും പുട്ട് ഓപ്ഷനിലായാലും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള ലോജിക്ക്. ഇനി കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ഇത് ഒരേപോലെയാണ് ബാധിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ ബയ്യറിനെയും ഓപ്ഷൻ സെല്ലറിനെയും അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കണ്ടത്. അതിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തീറ്റ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ സിംപ്ലി പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ വീണ്ടും അവിടെ സ്ലൈഡിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ സെയിം എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടേക്കാണ്. ഇനി നമ്മുടെ എക്സ്പയറിയുടെ ദിവസം എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. നിഫ്റ്റി എക്സ്പയറിയുടെ സ്പോട്ട് പ്രൈസ് അറ്റ് എക്സ്പയറി, അതായത് നിഫ്റ്റി എക്സ്പയറി ആയപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞത് 18,000 ആണെങ്കിൽ ഈ ഓപ്ഷൻ പ്രീമിയം 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യമാണ്, 18,000 നിൽക്കുന്ന സമയത്ത് നമ്മൾ 18,500 എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പറയുന്ന 500 പോയിന്റിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അഥവാ ഔട്ട് ഓഫ് ദ മണിയിലുള്ള സാധനമാണ് നമ്മൾ എടുത്തത്, അല്ലേ? നമ്മൾ ഈ ബൈയിങ്ങിനെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്. 18,000 നിൽക്കുന്ന സമയത്ത് നമ്മൾ 18,500 കോൾ ഓപ്ഷൻ ഒരു മാസത്തെ എക്സ്പയറിയുടെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിൽ നിൽക്കുന്ന സാധനമാണ് വാങ്ങിച്ചത്. അതിൽ നിന്ന് എന്താ മനസ്സിലായി?
എക്സ്പയറി ആവുമ്പോൾ ഔട്ട് ഓഫ് ദ മണിയിലുള്ള എല്ലാ സാധനങ്ങളും സീറോയിലോട്ട് വരും. അതിനാണ് എക്സ്ട്രിൻസിക് വാല്യൂ അഥവാ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. സമയത്തിനാണ് കാശ് എന്ന് പറയുന്നത്. മനസ്സിലായ? സമയം കഴിയും തോറും എക്സ്പയറിയോട് അടുത്ത് നിൽക്കുമ്പോൾ ഔട്ട് ഓഫ് ദ മണിയിൽ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും സീറോയിലെത്തും. അതായത് 18,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ 18,500 നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. അപ്പോൾ ആ പ്രീമിയം എല്ലാം സീറോയിലോട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായി? ഓപ്ഷൻ ബയ്യർ 18,500 കോൾ ഓപ്ഷൻ പുള്ളി എത്ര ഇപ്പം 30 ദിവസം മുമ്പാണ് വാങ്ങിച്ചെങ്കിൽ 220 രൂപ പ്രീമിയം കൊടുത്താണ് വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് കോൾ ഓപ്ഷനിൽ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ബ്രേക്ക് ഈവൺ എന്ന് പറയുന്നത് എവിടെയാണ്? 18,500 പ്ലസ് നമ്മൾ എത്രയാണോ പ്രീമിയം കൊടുത്തത് അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൺ. ഇവിടെ നോക്കേ, 18,720 എന്ന് പറഞ്ഞാൽ 18,500 പ്ലസ് നമ്മൾ കൊടുത്ത പ്രീമിയം. അവിടെ എത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൺ ആവുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമേ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലാഭമുള്ളൂ. ഇതാണ് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഓപ്ഷൻ ബൈയിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതേ കാര്യം നിങ്ങൾ ഓപ്ഷൻ സെല്ലറിൻ്റെ വ്യൂവിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. മാർക്കറ്റ് 18,000 നിൽക്കുന്ന സമയം 18,500 കോൾ ഓപ്ഷൻ ഒരു മാസം എക്സ്പയറി ഉള്ളപ്പോൾ നമ്മൾ അങ്ങ് വിറ്റു. അതായത് ഈ 220 രൂപ പ്രീമിയം ഉള്ളപ്പോൾ നമ്മൾ അങ്ങ് വിറ്റു. ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി? 18,000 ആണെങ്കിൽ നമുക്ക് ഫുൾ പ്രോഫിറ്റ് കിട്ടും. 18,150 മാർക്കറ്റ് എക്സ്പയർ ആയാലും ഫുൾ പ്രോഫിറ്റ് കിട്ടും. 18,370 എക്സ്പയർ ആയാലും ഫുൾ പ്രോഫിറ്റ്. 18,500 എക്സ്പയർ ആയാലും ഫുൾ പ്രോഫിറ്റ്. കൂടാത്തതിന് 18,720 വരെ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. മനസ്സിലായോ? ഈ 18,720 കഴിഞ്ഞ് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ലോസ് തുടങ്ങത്തുള്ളൂ. അതായത് ഏത് പോയിന്റിൽ നിന്നാണോ ഒരു ഓപ്ഷൻ ബയ്യറുടെ ലാഭം തുടങ്ങുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും ഒരു ഓപ്ഷൻ സെല്ലറുടെ നഷ്ടം തുടങ്ങുന്നത്. ഓക്കെ, പക്ഷേ ഈ ടൈം എന്ന് പറയുന്ന ഫാക്ടർ നമ്മുടെ ഓപ്ഷൻ സെല്ലർക്ക് സൂപ്പറാണ്, ഓപ്ഷൻ ബയ്യർക്ക് ഡേഞ്ചറാണ്. ഇതിനകത്ത് ആർക്കും ഒരു സംശയമില്ലെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് പോയി ഇത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഓക്കെ, ഇനി ദാണ്ടെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. The theta or time decay factor is the rate at which an option loses value as time passes. എക്സാക്ട്ലി ഞാൻ എന്താണോ പറഞ്ഞത്, സമയം കഴിയും തോറും ഒരു ഓപ്ഷൻ പ്രീമിയത്തിന് എത്രത്തോളം വാല്യൂ കുറയുന്നു ആ ഒരു റേറ്റിനെയാണ് നമ്മൾ ടൈം ഡീക്കേ അഥവാ തീറ്റ എന്ന് പറയുന്നത്. അത് ഓൾ ഓപ്ഷൻ, ബോത്ത് കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും എക്സ്പയറിയോട് അടുക്കും തോറും അതിൻ്റെ പ്രീമിയത്തിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, തീറ്റ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പോയിന്റ്സ് ലോസ്റ്റ് പെർ ഡേ when all the other conditions remain the same. അതായത് നമ്മുടെ ഈ ബാക്കിയുള്ള തീറ്റയുടെ പോയിന്റ് എന്താണോ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫാക്ടേഴ്സിനൊന്നും വലിയ മാറ്റമില്ല. അതായത് നിഫ്റ്റിയുടെ സ്പോട്ടിന് വലിയ മാറ്റമില്ല, ഡെൽറ്റയ്ക്കും ഗാമയ്ക്കും വീഗയ്ക്കും ഒന്നും വലിയ മാറ്റമില്ലെങ്കിൽ തീറ്റ കാണിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ പ്രീമിയം കുറയുന്നതെന്നാണ്. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ഓപ്ഷൻ പ്രീമിയം. മനസ്സിലായല്ലോ? അതായത് എപ്പോഴും ഓപ്ഷൻ്റെ പ്രീമിയം റിഡക്ഷൻ നടക്കാനാണ് ഈ തീറ്റ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. എ തീറ്റ ഓഫ് -20, അതായത് എ തീറ്റ ഓഫ് -20 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഓപ്ഷൻ പ്രീമിയം വിൽ ലൂസ് 20 points ഫോർ എവറി ഡേ ദാറ്റ് പാസസ് ബൈ. ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എടുത്ത് നോക്കുക, നമ്മൾ എൻട്രി എടുത്ത ഒരു ട്രേഡിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ തീറ്റ -20 എന്ന് കാണിക്കുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ ആണെങ്കിൽ, ഇപ്പോൾ ഡെൽറ്റ ആയാലും ഗാമ ആയാലും വീഗ ആയാലും എല്ലാം പഴയതുപോലെ ആണെങ്കിൽ -20 എന്ന് പറയുന്ന ഒരു തീറ്റ, അതുപോലെ നമ്മുടെ സ്പോട്ടും ഒന്നും അനങ്ങിയിട്ടില്ല, അവിടെ തന്നെയാണ് മ്യൂട്ടഡ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ -20 പോയിന്റ് പ്രീമിയം കുറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ 100 രൂപയുടെ പ്രീമിയം ആയിരുന്നെങ്കിൽ അത് 80-ലായിരിക്കും പിറ്റേ ദിവസം ഓപ്പൺ ആവുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ ഓപ്ഷൻ ഈസ് ട്രേഡിംഗ് എറ്റ് 22.5 വിത്ത് എ തീറ്റ ഓഫ് -2.5, അതായത് ഒരു ഓപ്ഷൻ പ്രീമിയം 22.5 പോയിന്റ് ഉള്ളൊരു പ്രീമിയം -2.5 തീറ്റയാണ് കാണിക്കുന്നതെങ്കിൽ അത് അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ 20 പ്രീമിയത്തിലായിരിക്കും ഓപ്പൺ ആവുന്നത്. അതായത് -2.5 ആണ് തീറ്റ കാണിച്ചിരുന്നത്. അപ്പോൾ തൊട്ട് പിറ്റേ ദിവസം ആയപ്പോൾ പ്രീമിയത്തിൽ നിന്ന് അത് കുറഞ്ഞിട്ട് ബാക്കി 20 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഓപ്ഷൻ സെല്ലർക്കാണ് എപ്പോഴും പ്രീമിയം കുറഞ്ഞ് 0-ൽ എത്തുമ്പോൾ കാശ്.
ഓപ്ഷൻ ബയ്യർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന സ്ട്രൈക്കും കഴിഞ്ഞ് നമ്മുടെ കൊടുത്തേക്കുന്ന പ്രീമിയം കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം തീറ്റ ഫാക്ടർ എപ്പോഴും ഒരു നൻപനാണ്, ഫ്രണ്ടാണ്, പുള്ളിയുടെ ചങ്കാണ്, ശത്രുവാണ് നമ്മുടെ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം. കാര്യം സമയം ഒരിക്കലും ബാക്കിലോട്ട് വരില്ലല്ലോ, എപ്പോഴും മുന്നോട്ട് മാത്രം പോകുന്നൊരു സംഭവമാണ് സമയം. അപ്പോൾ അതൊരിക്കലും ഓപ്ഷൻ ബയ്യറിൻ്റെ ഫേവറിൽ വർക്കാവില്ല. ഓപ്ഷൻ ബയ്യർക്ക് എപ്പോഴും അതൊരു ഡേഞ്ചറാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടി ഈ ഫിഗർ നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈഡിൽ കാണുന്നതാണ് ഓപ്ഷൻ പ്രീമിയം. ഓക്കെ, ഇതാണ് ടൈം ഡേയ്സ് റിമൈനിങ് ടു എക്സ്പയറി. അതായത് എക്സ്പയറി ഡേറ്റ് ഇവിടാണ്, നമ്മൾ എടുക്കുന്ന ട്രേഡ് ഇവിടാന്ന് വെച്ചോ. അപ്പോൾ അന്നാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും. സമയം കഴിയുന്തോറും ഓപ്ഷൻ പ്രീമിയം ദാണ്ടെ ഇപ്പോൾ ഇവിടെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 350 ഇനി 120 ദിവസം ഉള്ളപ്പോൾ, ഇനി ഇതാ 100 ദിവസം ഉള്ളപ്പോൾ നോക്കേ 300 നമ്മുടെ പ്രീമിയം എന്ന് പറയുന്നത്. ഇനി 80 ദിവസം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ട്രേഡിൽ കയറാൻ പോകുന്നതെങ്കിൽ 250 നമ്മുടെ പ്രീമിയം. 60 ദിവസം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ട്രേഡിൽ കയറാൻ പോകുന്നതെങ്കിൽ 200 നമ്മുടെ പ്രീമിയം. അതുപോലെ കുറഞ്ഞിങ്ങനെ വരും. അതിനെയാണ് നമ്മൾ ടൈം ഡീക്കേ എന്ന് പറയുന്നത്. ഇതാണ് ടൈം ഡീക്കേ ഗ്രാഫ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ഹൗ പ്രീമിയം എറോഡ്സ് ആസ് ദ ടൈം ടു എക്സ്പയറി അപ്രോച്ചസ്. ദിസ് ഈസ് കോൾഡ് ടൈം ഡീക്കേ ഗ്രാഫ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് ഞാൻ ഒരുപാട് ടേംസോ ഇൻട്രിൻസിക് വാല്യൂ, എക്സ്ട്രിൻസിക് വാല്യൂ, അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി, എദ്ദ മണി അത്ര പരിപാടികളൊന്നും ഞാൻ പറയാതെ വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് സിമ്പിളായിട്ട് ചുരുക്കത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നാൽ, എക്സ്പയറി ആവുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ മണിയിൽ നിൽക്കുന്ന സാധനങ്ങളെല്ലാം സീറോയിൽ വരും. ഓക്കെ, അപ്പോൾ അത് ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് എന്താ മനസ്സിലാക്കാം, ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എക്സ്പയറിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ പോയി ബൈ ചെയ്യാതിരിക്കുക. കാര്യം സമയം എക്സ്പയറിയോട് അടുക്കും തോറും ഭയങ്കരമായിട്ട് തീറ്റ ഫാക്ടർ അഫക്റ്റ് ചെയ്ത് കുറഞ്ഞു വന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറിയോട് അടുക്കും തോറും ട്രേഡ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. കാര്യം എന്തുവാ, സമയം കുറയും തോറും പെട്ടെന്ന് പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ വളരെ ഫാർ ഔട്ട് ഓഫ് ദ മണി, അതായത് ഒരിക്കലും മാർക്കറ്റ് പോകാൻ സാധ്യതയില്ലാത്ത ഒരു പോയിന്റിൽ പോയി അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ എക്സ്പയറി ആകുമ്പോഴത്തേക്ക് ആ പ്രീമിയം പുള്ളിയുടെ കയ്യിരിക്കത്തില്ലേ. ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറിയോട് അടുത്ത് നിൽക്കുന്ന സാധനം ഒരിക്കലും വാങ്ങിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, പുള്ളിക്കാരൻ എപ്പോഴും കുറച്ച് ഇൻ ദ മണി പ്രിഫർ ചെയ്യുക, ഔട്ട് ഓഫ് ദ മണി പ്രിഫർ ചെയ്യാതിരിക്കുക. ഓപ്ഷൻ സെല്ലർ എപ്പോഴും ഔട്ട് ഓഫ് ദ മണി പ്രിഫർ ചെയ്യുക, ഇൻ ദ മണി പ്രിഫർ ചെയ്യാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ പഠിപ്പിച്ച ഡെൽറ്റ, ഗാമ, വീഗ, ഇനി ഈ തീറ്റയും ഇതെല്ലാം ആയിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓപ്ഷൻ ബൈയിങ് എടുക്കണോ ഏത് സാഹചര്യത്തിൽ, ഓപ്ഷൻ സെല്ലിങ് എടുക്കണോ ഏത് സാഹചര്യത്തിൽ, ഇനി എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ്റെ പ്രീമിയം കുറയുന്നതും കൂടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ചോദിക്കുക. അതുപോലെ വീഡിയോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് അടിച്ച് കളയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.